രാമായണ പാരായണത്തോടൊപ്പം രാമായണം നൽകുന്ന സന്ദേശങ്ങളും ഉൾക്കൊള്ളാൻ കഴിയണമെന്ന് കൊളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. രാമായണ മൂല്യങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകണമെന്നും സ്വാമികൾ പറഞ്ഞു. കിടങ്ങൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടത്തുന്ന രാമായണ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ചിദാനന്ദപുരി സ്വാമികൾ. നമ്മൾ രാമായണ മാസം എന്നൊക്കെ പറഞ്ഞ് ഒത്തുകൂടി ഈണത്തിലും താളയുക്തമായും ഒക്കെ രാമായണം വായിക്കണം, തീർച്ചയായിട്ടും. പക്ഷേ അങ്ങനെ വായിച്ച് പിരിഞ്ഞു പോയാൽ പോരാ. ഒന്ന്, രാമായണത്തിൻ്റെ മുഖ്യ സന്ദേശങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. രണ്ട്, നമ്മുടെ കൊച്ചുമക്കൾക്ക്, വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരിക്കലും മായാതെ ഉള്ളിൽ സൂക്ഷിക്കാനുള്ള ചില ചിത്രങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. കൊച്ചുമക്കൾക്ക് രാമായണ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് വരില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രാമായണത്തിൻ്റെ സൂക്ഷ്മ സന്ദേശമൊന്നും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അവർ വലുതാവുമ്പോൾ മനസ്സിലായിക്കോളും. പക്ഷേ മായാതെ ഉള്ളിൽ പതിഞ്ഞു നിൽക്കുന്ന ചില ചിത്രങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുത്താൽ അവരൊരിക്കലും തെറ്റിദ്ധരിക്കില്ല, അവരൊരിക്കലും വഴിപഴക്കില്ല. അങ്ങനെയുള്ള ആയിരക്കണക്കിന് ചിത്രങ്ങളുണ്ട് രാമായണത്തിൽ. രാമായണ ദർശനങ്ങളിലൂടെ മാനവീയതയുടെയും ധർമ്മത്തിന്റെയും സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് ക്ഷേത്ര സംരക്ഷണ സമിതി കർക്കിടക മാസത്തിൽ രാമായണ മേള സംഘടിപ്പിക്കുന്നത്. ക്ഷേത്രം മൂട്ടുപുരയിൽ നടന്ന സമ്മേളനത്തിൽ ഭദ്രദീപ പ്രകാശനം നടത്തി രാമായണ മേളയുടെ ഉദ്ഘാടനം ചിദാനന്ദപുരി സ്വാമികൾ നിർവഹിച്ചു. തുടർന്ന് രാമായണ തത്വങ്ങളെയും മൂല്യങ്ങളെയും ആധാരമാക്കി സ്വാമികൾ പ്രഭാഷണം നടത്തി. ഇത്രയും ബൃഹത്തായ ഋഗ്വേദ സംഹിത നമുക്ക് അവസാനം നൽകുന്ന സന്ദേശം, അതിൻ്റെ ഉപസംഹാരം എന്നോണം നൽകുന്ന സന്ദേശം സംഗച്ഛധ്വം സംവദധ്വം എന്നാണ്. നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിൻ, നിങ്ങൾ ഒന്നിച്ച് നല്ലതിനെ പറയുവിൻ, നിങ്ങളുടെ മനസ്സ് ഒന്നായി നന്നായി തീരട്ടെ. തുടർന്ന് അങ്ങോട്ട് വരുന്നുണ്ട്. ആ സൂക്തത്തിലേക്ക് മുഴുവൻ പ്രവേശിക്കുന്നില്ല, പ്രസിദ്ധമാണ്. സംവാദ സൂക്തമെന്നും ഐകമത്യ സൂക്തമെന്നും പല പേരിൽ നമുക്കത് പഠിക്കാം. പക്ഷെ ഈ ഒരു സന്ദേശം വേദത്തിൻ്റെ ഇത്രക്കേറെ വിപുലമായി മാനവരാശിയോട് അറിവിൻ്റെ സൂക്ഷ്മതലങ്ങളെ ഉപദേശിച്ച് അവസാനം പറയുന്നത് നിങ്ങൾ ഒന്നിച്ച് നല്ലതിലേക്ക് നടക്കുവിനെന്നാണ്, ഒന്നിച്ച് നല്ലതിനെ പറയുവിനെന്നാണ്. ഒന്നിച്ച് ഒന്നിച്ച് ഒന്നിച്ചെന്ന സന്ദേശം, ഈ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ് വ്യക്തി ജീവിതത്തിലും സമാജ ജീവിതത്തിലും നമ്മുടെ മൊത്തം സമൂഹത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും എല്ലാ അർത്ഥത്തിലും ഭാവത്തിലുള്ള ഉയർച്ചയ്ക്ക് അനിവാര്യം. ഇത് പറയാൻ ഈ മേള എന്നുള്ള ശബ്ദം കേട്ടപ്പോഴാണ് പറഞ്ഞത്, മേളനമാണ് നമുക്ക് വേണ്ടത്, ഒന്നിക്കൽ. സമ്മേളനത്തിൽ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് PR രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ദേവസ്വം മാനേജർ രാധാകൃഷ്ണൻ നമ്പൂതിരി ആശംസാ സന്ദേശം നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് മഹേഷ് P സ്വാഗതവും മാതൃസമിതി വൈസ് പ്രസിഡന്റ് ഇന്ദിര P നായർ കൃതജ്ഞതയും പറഞ്ഞു.